കൊറേ നേരം എന്റെ മേരക്ക് ഇങ്ങനെ കയറുന്നത് എന്നതാ കൊല്ലണോ? ഞാൻ കൊറേ നാളോട് ഞാൻ നോക്കി വെച്ചു. ബുർജ് ഖലീഫന്റെ പൊക്കും അതിനെനിക്ക് ഒരു ഉറുപ്പിക്ക് ബുദ്ധിയില്ല. കാലയ്ക്ക് സുഖം. ഏത് ഗതി കെട്ട നേരത്താണാവോ? എന്തായിരുന്നു വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് രാവിലെ യുദ്ധം ഉണ്ടാക്കണ? അവസാനെ ഹോട്ടൽ തുടങ്ങുമ്പോൾ കാണാം ഇയാൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് ആൾക്കാർ മുട്ടൻ തെറി വിളിക്കണം. ഇയാൾ ജീവിതത്തിൽ കേൾക്കാതെ തെറി കളിക്കാൻ ആൾക്കാർ വിളിക്കണം. ഇയാളെ കേസോ ഇന്റെ എന്നെന്ത് വേണേ പറഞ്ഞോട്ടെ. എന്റെ പാചകത്തെ പറ്റി തലക്കടിക്കാൻ ഞാൻ അന്ന് ശ്രീകൂടൻ ചേട്ടൻ പറഞ്ഞില്ല ഇയാളെ പറഞ്ഞു. വിട് വിട് പോട്ട് കുഞ്ഞാക്ക വിട്. കുഞ്ഞിക്കല്ല കുഞ്ഞാക്കയാണ്. കുഞ്ഞാക്കേ വിട്. പറ്റിയ പേര് കഞ്ഞിക്കാന്നാണ്. കഞ്ഞിക്ക അതാണ് ഇയാൾക്ക് പറ്റിയ പേര്. നല്ല കിട്ടോ മാറണ നിങ്ങൾ വിടുന്നില്ലേ? എന്തിനാണ് രണ്ടിനോട് വന്നേ? അല്ല എന്ത് വേണേ പറഞ്ഞു. എന്റെ പാചകത്തിനെ പറ്റി പറഞ്ഞു. എനിക്ക് സഹിക്കൂല. ഓ ഇപ്പൊ എന്തിനു വന്നേ? അടി ഉണ്ടാക്കാനാണോ വന്നേ? അടി ഉണ്ടാക്കാനല്ല വന്നത്. ഞങ്ങൾ രണ്ടാളും കുറച്ച് കാലമായിട്ട് അവിടെ അനാഥപ്രേതങ്ങളെ മാറി നിൽക്കുകയാണ്. ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നുമില്ല, ഒരു കാര്യം തീരുമാനിക്കണില്ല. ഇന്ന് അതിന്റെ തീരുമാനം ഞങ്ങൾക്ക് അറിയണം. ഇവിടെ തന്നെ തീരുമാനം പറയാൻ പറ്റൂലല്ലോ. നമുക്ക് അകത്ത് കയറിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെ അത് മതിയാ? അത് മതി. എന്നാ വാ നീ വാ. എന്തെങ്കിലും തീരുമാനമായാ മതി. നിക്ക് എടാ ചങ്ങായി, എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. ഞാനല്ലേ ഇവിടുത്തെ ഷെഫ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പോയി പറയില്ല. അവിടെ ഇജ്ജെ കൂടെ ചാടി കയറി മുന്നോട്ട്. എന്തൊരു പിന്നെ അടി ഉണ്ടാക്കാൻ തുടങ്ങണ നിങ്ങള്? അല്ലാന്ന് ചേച്ചി ആ ചൂലിംഗ് എന്നാണ്? ഇയാളെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ. വരണ വഴിയോട്ട് തുടങ്ങിയതാണ്. എത്ര നേരമായെന്ന് അറിയാൻ പറ്റും. ഉണ്ണിക്കുട്ട കുഞ്ചിക്ക ഇപ്പൊ എന്നെ പ്രശ്ന? എനിക്ക് പോണം. തുടങ്ങി. ഇത് തന്നെ പ്രശ്നം മോളെ. ഞാൻ ഇവിടുത്തെ ചീപ്പ് ചപ്പാണ്. നിങ്ങൾ ചീപ്പാണ്. നിങ്ങളുടെ സ്വഭാവം പോലെ നിങ്ങൾ ചീപ്പാണ്. ഞാനൊരു മുതിർന്ന പാചകക്കാരനല്ലേ. ഇവരിന്നൊന്ന് ബഹുമാനിച്ചൂടെ? ഇവന് ഹോട്ടലിലെ പണി എന്താണ്? ടേബിൾ തുടക്കലോ അതോ അവിടുത്തെ മുതലാളിയോ അതോ എന്റെ കയ്യാളോ? ഹോട്ടലിലെ എല്ലാ വേലയും പാക്കറത്തുക്ക് തന്നെ ഇവനെ അപ്പോയിന്റ് പണിയിരിക്കോ? ഓ എന്റെ പൊന്നു മോളെ, ചെറിയൊരു പണി കൊടുത്തിട്ട് അത് ഭംഗി പോലെ ചെയ്യാൻ അവന് പറ്റുന്നില്ല. നിങ്ങൾ ഇതുവരെ എനിക്ക് എന്തൊരു പണിയാണ് തന്നിട്ടുള്ളത്? എന്ത് പണി എന്നാലും എടുക്കുക? ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ ഒരു കാര്യത്തിന് വിളിച്ച വരില്ല ചങ്ങായി. കുഞ്ഞിക്ക വീട് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്തെന്ന് ഉണ്ണി ചേട്ടാ എന്റെ പൊന്ന് അമ്മായിയേ. ആമാ ഓണർ വരട്ടെ. ഓണർ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല ഇതില് തീരുമാനം ഉണ്ടാക്കണോ? അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓണർ വരട്ടെ. ഓണർ എവിടത്? പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്താ വൈക്ക് തിരിഞ്ഞോക്കാത്തത്? ഞങ്ങൾ എത്ര ദിവസമായി രണ്ടാളെ അനാഥ ആത്മാക്കളെ കുത്തിരിക്കണത്? ഞങ്ങൾ അങ്ങോട്ട് വരാം. കറക്റ്റ് ആയിട്ട് സാലറി തരണില്ലേ? സാലറി കിട്ടിയോട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം പണി വേണം അവിടെ. എന്തൊക്കെ ജോലി അവിടെ കിടക്കണം അതൊക്കെ ചെയ്തൂടെ കുഞ്ഞാക്ക? എന്ത് ജോലി ചെയ്യണേ? എന്തെങ്കിലും ഒരു ജോലി ഇവനെ പഠിപ്പിക്കാന്ന് വിചാരിച്ച ഇവന്റെ തല കയറി നിരങ്ങ. നിങ്ങൾ എന്ത് ജോലി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? പിന്നെ എന്തെങ്കിലും ജോലി എന്നെ കൊണ്ട് ജയിപ്പിച്ചിട്ടുണ്ടോ? ഒരു കട്ടൻ ചായക്ക് വെള്ളം വെക്കാൻ പറഞ്ഞപ്പോ പാലെടുത്ത് കളിപ്പിക്കാൻ നിൽക്കുക. ആദ്യം ഇങ്ങനത്തെ ആളെ നിങ്ങളെ കട്ടൻ ചായ ഇങ്ങനെ ബിരിയാണി എന്നെ അസുഖം എനിക്ക് മാറിയിട്ടില്ല. എന്റെ പൊന്നു മോളെ, നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ പോവും. എന്റെ പൊന്നു കുഞ്ഞാക്ക് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെയാണെങ്കിലും ഓക്കെ, ഞാൻ വരാം. ഇപ്പൊ ഇവിടെ പുറത്ത് കേട്ടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ പോണു. ഞാനാണ് ഇവിടത്തെ മുതലാളി. ഞാൻ പറയണ നിങ്ങൾ കേൾക്കണം. ഓക്കെ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണം. കുഞ്ഞാക്ക, ഉണ്ണിക്കുട്ടാ വാ. പിന്നെ മുതലാളി പറഞ്ഞ പിന്നെ വേറെ വർത്താനില്ല. വാടാ ഒരു. ഞാൻ വിചാരിച്ച പേര് മാത്രമേ ഉണ്ണിക്കുട്ടനുള്ളൂ. ഇതിപ്പോ സ്വഭാവം അതുപോലാണല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.